ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിറ്റബറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ കേട്ടുവരികയായിരുന്നു. അപ്പോൾ നമ്മൾ 4 വർഷം സർവശക്തനായ ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈശോയുമായിട്ട് നമുക്ക് ഒന്നാകാൻ സാധിക്കും. വിശുദ്ധി പാലിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിൽ വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോയുടെ വിശുദ്ധിയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാനും നമുക്ക് സാധിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 17 മുതൽ 19 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആദ്യം അവളെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കുന്നു, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കുന്നു. അവനിൽ വിശ്വാസം ഉറപ്പിക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴി തെറ്റിയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാണുകയാണ്, ആദ്യം അവളെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കുന്നു. അപ്പോൾ ഈശോയിൽ വരുന്ന സമയത്ത് കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നു. ആ ഒരു പാതയിലൂടെ നമ്മളെ നയിച്ച് ശാസനകളും ശിക്ഷണങ്ങളും ഒക്കെ നമുക്ക് തന്ന് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ശാസനവും ശിക്ഷണവും സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ എത്തുക, ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുക, ശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കുക. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ ഈ വചനം കേട്ട് ഈ വചനത്തിൽ ജീവിച്ച് വരുമ്പോഴാണ് വിശുദ്ധിയുള്ളവരായി മാറുന്നത്. അപ്പോഴാണ് ദൈവം വെട്ടിയൊരുക്കിയ ഒരു മുന്തിരിച്ചെടിയായി നമ്മൾ മാറുക. കൂടുതൽ കായ്ക്കാനായിട്ട് ദൈവം വെട്ടിയൊരുക്കുകയാണ്. വെട്ടിയൊരുക്കപ്പെടുമ്പോൾ കഷ്ടതകളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ഒറ്റപ്പെടുത്തലുകളുണ്ടാകും. ഇതിലെല്ലാം നമ്മൾ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ് നമ്മൾ ശക്തരായി മാറുക. ഈശോയുടെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ്. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 31 തൊട്ട് 38 വരെയുള്ള തിരുവചനത്തിൽ ദൈവസ്നേഹ പാരമ്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുകയാണ്. അതിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇവയ്ക്കൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. ആ ഒരു കൃപയിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിറ്റബറിൻ്റെ ഈ ആധ്യാത്മിക പ്രബോധനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ശ്രവിക്കാം. 83-ാമത്തെ പേജാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മൾ കണ്ടു 4 വർഷം നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോഴാണ് വെളിപാട് 2:2 അപ്പസ്തോലനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള കൃപ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. വിവേചന വരം എന്താണ് എന്ന്, ഡെലിവറൻസിൻ്റെ കൃപ വരുമ്പോൾ ആത്മാക്കളെ എല്ലാം വിവേചിച്ചറിയാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും. മാനുഷികമായ രീതിയിൽ പലപ്പോഴും നമ്മൾ വ്യക്തികളെ വിശ്വസിക്കാറുണ്ട്, അവരിലേക്ക് നമ്മൾ പലപ്പോഴും ചായാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വ്യക്തമായും ശുദ്ധമായും അറിയാവുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. ആ ക്രിസ്തുവിൻ്റെ മനസ്സറിയുമ്പോൾ, ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ് അവിടുത്തെ എല്ലാ രഹസ്യങ്ങളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഒരു വ്യക്തിയിൽ ഉള്ള ആത്മാവ് ഏതാണ്? പാപത്തിൻ്റെ ആണോ പരിശുദ്ധാത്മാവാണോ? എത്രമാത്രം തിന്മ ഒരു വ്യക്തിയിലുണ്ട് എന്നുള്ള ആ വിവേചന വരം നമുക്ക് ലഭിക്കുന്നത് ഈ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് അടുക്കുമ്പോഴാണ്. അതാണ് യഥാർത്ഥ അപ്പസ്തോലനെ തിരിച്ചറിയുവാൻ, യഥാർത്ഥ വിശുദ്ധരെ തിരിച്ചറിയുവാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ വരുമ്പോഴാണ്. അതാണ് ലേവ്യർ 10:10 വിശുദ്ധമായതും അശുദ്ധമായതും അശുദ്ധ ശക്തികളും അശുദ്ധ വസ്തുക്കളും തിരിച്ചറിയാൻ സാധിക്കുന്നത് വിവേചന വരം നമ്മളിൽ വരുമ്പോഴാണ്. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിൽ, ഓരോ സ്ഥലങ്ങളിൽ, ഓരോ രാജ്യത്തിൽ ഒക്കെ ഏതെല്ലാം
തിന്മയുടെ ശക്തികളാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധി നമ്മളിൽ വരുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് അടുക്കുമ്പോഴാണ്. 1 കൊരിന്ത്യർ 2:16 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്ന വിശുദ്ധ പൗലോസ്ലീഹ എങ്ങനെയാണ് ആ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ച് ദൈവത്തോട് ലയിക്കുന്ന വിശുദ്ധ പൗലോസ്ലീഹ. അതാണ് 1 കൊരിന്ത്യർ 2:2 നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2 വിശുദ്ധ പത്രോസ്ലീഹയെ ശാസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കപടത കാണിക്കുമ്പോൾ പല കാര്യങ്ങളിലും പത്രോസ്ലീഹ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ ധൈര്യമായിട്ട് ആ സത്യത്തെക്കുറിച്ചും ദൈവിക ശുശ്രൂഷയുടെ രഹസ്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2 നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹയ്ക്ക് ക്രിസ്തുവിൻ്റെ മനസ്സറിയുവാനുള്ള കൃപ കിട്ടി. കാരണം അത്രയും സർവശക്തനായ ദൈവത്തിന് വേണ്ടി സഹിക്കുകയാണ്. അപ്പോസ്തലപ്രവർത്തനം 9 വിശുദ്ധ പൗലോസ്ലീഹായോട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരും എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഈശോയുടെ നാമത്തെ പ്രതി സഹിക്കുവാൻ എത്രമാത്രം സഹിക്കേണ്ടി വരും എന്ന് പൗലോസ്ലീഹായോട് ദൈവം ആദ്യം പറയുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വായിച്ചു വരികയായിരുന്നു, കാത്തിരുന്ന് വിശുദ്ധി പാലിക്കുമ്പോൾ ഓരോ കൃപകൾ കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും. ഡെലിവറൻസിൻ്റെ കൃപ നമുക്ക് വരുമ്പോൾ ആത്മാക്കളെ എല്ലാം പെട്ടെന്ന് വിവേചിച്ചറിയാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:8-9 ഇത് ആരും നേടിയെടുത്തതല്ല. നേടിയെടുക്കാം എന്ന് വിചാരിച്ച് നടന്നാലും ആ കൃപ കിട്ടുകയില്ല. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ലഭിക്കുന്നതാണ്. ഈ ദാനത്തിൽ ആരും അഹങ്കരിക്കരുത്. ദാനം കൂടുമ്പോഴാണ് രോഗം വരുന്നത്. ഇതൊരു മുള്ളാണ്. 2 കൊരിന്ത്യർ 12:7 ബലഹീനനായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാകുന്നത്. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് നല്ല ശരീരം ഉണ്ടായാലേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന്. അയാളുടെ ദൈവം ഉദരമാണ്. ഫിലിപ്പി 3:19 കുറച്ച് ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. കൊളോസസ് 2:8 പണത്തിനോട് ഭയങ്കര ദാഹമാണ്. കൊളോസസ് 3:5 1 തിമോത്തി 6:9-10 ജഡിക മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. ലൂക്ക 12:15 ലൗകിക മനുഷ്യനെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും. പ്രഭാഷകൻ 19:29-30 വേഷം, ചിരി, നടപ്പ് ഇവ കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഇതിന് നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപകളെല്ലാം. എഫേസ്യർ 2:8-9 അത് നമ്മൾ നേടിയെടുത്തതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ദാനമാണ്. നേടിയെടുക്കാം എന്ന് വിചാരിച്ച് നടന്നാലും ഈ കൃപ കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ കണ്ടു, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ആർക്കും അതിൽ അഹങ്കരിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ദൈവം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചപ്പോൾ ഒരാൾ പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങാൻ ശ്രമിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മനുഷ്യർക്ക് ഒരിക്കലും സാധിക്കുകയില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോസ്തല പ്രവർത്തനം 8 18 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് കണ്ടപ്പോൾ ശിമിയോൻ അവർക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടി നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങണമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അപ്പോൾ ഇതിൽ നമ്മൾ കാണുകയാണ്, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഒരു വ്യക്തി പണം കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ ആരുടെ മേൽ കൈകൾ വയ്ക്കുന്നുവോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി എനിക്കും പരിശുദ്ധാത്മാവിനെ തരിക എന്ന്. അപ്പോൾ നമ്മളും പലപ്പോഴും ഓർക്കും, കഷ്ടപ്പെടാതെ അധ്വാനിക്കാതെ നമുക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണം, നമുക്ക് പല കാര്യങ്ങളും നടക്കണം, നമുക്ക് വചന പ്രഘോഷണങ്ങളൊക്കെ നടത്തണം. എങ്ങനെയാണ് നമുക്ക് ഈ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ സാധിക്കുക? അതാണ് ഈശോയുടെ മുൻപിൽ നമ്മൾ എളിമപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് തരുന്ന ഒരു ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ അധ്വാനിക്കാതെ, നമ്മൾ പ്രാർത്ഥിക്കാതെ നമുക്കിതിൽ ലഭിക്കുകയില്ല. ഇതുപോലെ നമ്മൾ അതിൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നീ കടുത്ത വിദ്വേഷത്തിൻ്റെയും അനീതിയുടെയും ബന്ധനത്തിലാണ് എന്നാണ് പറയുക. ഈ പാപങ്ങൾ എല്ലാം വരുമ്പോഴാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം എന്ന് വിചാരിക്കുക. ദൈവരാജ്യം ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ ഒന്നും നേടാനുള്ളതല്ല. ഇത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും വിശുദ്ധി പാലിക്കുന്നതിലൂടെയും നമുക്ക് ലഭിക്കുന്ന കൃപയാണ് ഈ ദാനങ്ങൾ എല്ലാം. ഈ ദാനത്തിൽ ആരും അഹങ്കരിക്കരുത്. ദാനം കൂടുമ്പോഴാണ് രോഗം വരുന്നത്. ഇത് ഒരു മുള്ളാണ്. 2 കൊരിന്ത്യർ 12:7-10 വരെ. ബലഹീനൻ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാകുന്നത്. ഈ ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ ശക്തമായി വരുമ്പോഴാണ് പലതരത്തിലുള്ള ആത്മീയ അറ്റാക്കുകൾ, ആത്മീയമായിട്ടുള്ള സാത്താൻ്റെ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകുക. ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:7-10 വരെയുള്ള തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുവാൻ, നമ്മുടേതായിട്ടുള്ളതെല്ലാം എടുത്തു മാറ്റി ആ കർത്താവ് പരിപൂർണമായിട്ടും പ്രവർത്തിക്കുന്നതാണ് കർത്താവിൻ്റെ കൃപ. പൗലോസ്ലീഹ ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ്. ആ സാത്താൻ്റെ ദൂതൻ പൗലോസ്ലീഹയിൽ നിന്നും വിട്ടുപോകുവാൻ വേണ്ടി പലതരത്തിൽ പൗലോസ്ലീഹയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു തിന്മയുടെ ശക്തിയെ നമ്മൾ പൗലോസ്ലീഹയിലൂടെ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 12:7-10 വരെയുള്ള വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഫുട് നോട്ടിൽ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ, പല തരത്തിലുള്ള അറ്റാക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, ഈ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമുക്ക് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഈശോയുടെ ശക്തി പ്രകടമാകുക. വിശുദ്ധ മദർ തെരേസയെ നമുക്കറിയാം. മദർ തെരേസ ദൈവത്തിന് വേണ്ടി ദാഹിച്ച്, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച് തൻ്റെ ആ പ്രൊഫഷനൊക്കെ വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു സിസ്റ്ററായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മദർ തെരേസ അവിടെ നിന്ന് ഇറങ്ങി പാപങ്ങളുടെ ഇടയിലേക്ക് വന്നതിന് ശേഷം മദർ തെരേസയുടെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ ആത്മീയ ചരിത്രത്തിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴും മദർ തെരേസ പരിപൂർണമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ മാത്രം ഒരു ശിശുവിനെ പോലെ ആശ്രയിച്ചിട്ടായിരുന്നു തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുന്നത്. പാപങ്ങളുടെ അടുത്തേക്കും കുഞ്ഞു കുട്ടികളുടെയൊക്കെ അടുത്തേക്കും പോകുന്നത് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു. ആ ഈശോ ആ സമയത്ത് അവർക്ക് ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ടൊക്കെയുള്ള കൃപ കൊടുക്കുകയാണ്. പക്ഷേ മദർ തെരേസയ്ക്ക് ഒന്നും തന്നെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല, ഒന്നും തന്നെ ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിരുന്നില്ല. അതാണ് ഈ പൗലോസ്ലീഹ ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കാൻ വേണ്ടി തീക്ഷ്ണമായിട്ട് ഈ ബന്ധനങ്ങളൊക്കെ വിട്ടുപോകാൻ, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാണ് ദൈവം പറയുക, ബലഹീനങ്ങളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും അത്യാഹിതങ്ങളിലും ഒക്കെയാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുക. നമുക്കും ഇതെല്ലാം കർത്താവ് അനുഭവമാക്കി കൊണ്ടുവരും. ഈശോയിലോട്ട് അടുത്ത് കഴിയുമ്പോൾ വിറ്റുപേർ പലപ്പോഴും പറയും, നമ്മളെ ഒത്തിരിയേറെ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും, മാറി 3ഉം 4ഉം രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ചെക്കപ്പൊക്കെ നടത്തുമ്പോൾ ഒരു രോഗവും നമുക്കുണ്ടാകുകയില്ല. പക്ഷെ നമ്മൾ വേദനകൾ അനുഭവിക്കുകയും അസ്വസ്ഥരാകുകയും ചെയ്യുന്നുണ്ട്. അത് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്.
ആ ബലഹീനതകളിൽ ഈശോയുടെ ശക്തി പ്രകടമാകുന്നു. അതുപോലെ പല വ്യക്തികൾ ഈ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഒക്കെ രക്ഷപ്പെടാൻ വരുമ്പോഴും ഇത്തരം അസ്വസ്ഥതകൾ ഈശോയെ കൊടുക്കുന്നവർക്കും ഉണ്ടാകും. ആ സമയത്തും പലപ്പോഴും നമ്മളും വിചാരിക്കും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ, വിശ്വാസം ഇല്ലാത്ത അവസ്ഥ എല്ലാം ഉണ്ടാകും. വിശുദ്ധ കൊത്രസ്യ പുണ്യവതിയെ നമ്മൾ കാണുന്നു. പുണ്യവതി ഒരു കുറ്റവാളി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുമ്പോൾ കൊത്രസ്യ പുണ്യവതി ആ വിവരം അറിഞ്ഞ് രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിശ്വാസം ലഭിക്കുവാൻ, ഈശോയെ അനുഭവിച്ച ശേഷം അദ്ദേഹം തൂക്കിൽ ഏറുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ തൂക്കിൽ ഏറ്റുന്നതിന് മുമ്പ് ആ വ്യക്തി ഈശോയുടെ കുരിശ് ആവശ്യപ്പെടുകയാണ്. ആ കുരിശിനെ ചുംബിച്ച് മാനസാന്തരത്തിലൂടെ മരിക്കുന്ന ഒരു വ്യക്തിയെ വിശുദ്ധ കൊത്രസ്യ പുണ്യവതി പറയുന്നുണ്ട്. അതുപോലെയാണ് ദൈവരാജ്യം. ലോകം ഒരിക്കലും മനസ്സിലാക്കുകയില്ല, ലോകം ഒരിക്കലും കാണുകയില്ല. പക്ഷേ ഈശോയുമായിട്ടുള്ള ബന്ധം വളരെ ആഴമായിരിക്കും. ഈ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അതിനുശേഷം ബ്രദർ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു വ്യക്തി സ്വന്തം ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. ശരിക്കും നമ്മൾ ഈ ശരീരശക്തിയെ ആശ്രയിക്കുമ്പോൾ, ശരീരത്തിൻ്റെ സൗന്ദര്യം, ശരീരത്തിൻ്റെ ആകാരവടിവ്, ഭംഗികൾ ഒക്കെ ആസ്വദിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ. ഇത് നമുക്ക് കർത്താവിന് വസിക്കുവാനായിട്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മൾ ബഹുമാനിച്ച് കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ, ഈ ശരീരത്തിൻ്റെ ദുരാശകളെ നമ്മൾ തൃപ്തിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും അതിൽ സാത്താൻ്റെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. അതാണ് സഭയൊക്കെ ഈ 3 ഇവാഞ്ചലിക്കൽ റൂൾസ് എടുക്കുക: ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം. ഇതിലൂടെ ആ ശരീരത്തിൻ്റെ ദുരാശകളിൽ നിന്ന് അവർ മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ശരീരത്തിൻ്റെ ദുരാശകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടു, ഒരു വ്യക്തി പറയുകയാണ്, എന്താണ്, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഫിലിപ്പി 3:19 ഒരു വചനം, ഉദരമാണ് അവൻ്റെ ദൈവം, നാശമാണ് അവരുടെ അവസാനം. പൗലോസ്ലീഹ പറയുകയാണ്. ഈ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ അടിമയായിട്ടും മാറുന്നു. അതുപോലെ പല പാപങ്ങൾ നമ്മളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം, ധനത്തിനോടുള്ള ആഗ്രഹം, അതുപോലെ ജഡിക താല്പര്യങ്ങളോടുള്ള ആഗ്രഹങ്ങൾ എല്ലാം നമ്മളിൽ ഉണ്ടാകുക. അങ്ങനെ ഈ ഓരോരോ താല്പര്യങ്ങളെ ഇല്ലാതാക്കുവാനായിട്ടാണ് നമ്മളോട് കൂടുതൽ സമയവും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം, വചനത്തിലായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം, പ്രാർത്ഥനയിലായിരിക്കണം. കൊളോസസ് 3:5 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും ആരംഭം. ധനത്തിനോട് നമുക്ക് അമിതമായ ആഗ്രഹം ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടുന്നു. അതേസമയം നമ്മൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചതിന് ശേഷം നമ്മൾ ജോലിയിലൊക്കെ പോകുമ്പോൾ ഈ ധനം നമ്മുടെ പിന്നാലെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും നമ്മൾ ധനത്തിനടിമയാകാതെ നമ്മുടെ അടിമയാക്കി ധനത്തെ നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ അതുപോലെ വചനത്തിലൊക്കെ പറയുന്നത് ദാനധർമ്മത്തെക്കുറിച്ച്. അത് കൊടുക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. സ്വാർത്ഥത നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതിന് നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓരോ പാപങ്ങളും വിട്ട് മാറുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ആവസിക്കുക. ഓരോ കുമ്പസാരത്തിലും നമ്മളത് ഏറ്റുപറയുമ്പോഴാണ് ദൈവിക ചൈതന്യം നമ്മളെ സംരക്ഷിക്കുക. തീർച്ചയായിട്ടും മനുഷ്യരായ നമ്മൾ കൂടെ വീണു പോകുന്നവരാണ്, കൂടെ പാപത്തിൽ വീണു പോകുന്നവരാണ്.
അതിനാണ് നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. അങ്ങനെ നമ്മൾ ഈശോയുടെ കരുണ യാചിച്ചുകൊണ്ട് ഈ നോയമ്പ് കാലത്തിൽ കൂടുതൽ കൃപയ്ക്ക് പാത്രമാകുവാൻ, നമ്മുടെ ആത്മാവിൻ്റെ വസന്തകാലമായിട്ട് നമുക്ക് സഭ തന്നിരിക്കുന്ന ഈ സമയങ്ങളാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും നീതിയിലും നമ്മുടെ ആത്മാവിനെ കാത്തു സംരക്ഷിക്കുന്നതിനും അതിലൂടെ നമുക്ക് പാപമോചനം തരുന്നതിനും ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കും തോറും നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. കൂടുതൽ നമ്മൾ ശക്തരായി വരികയാണ്. അങ്ങനെ നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമായി മാറുകയാണ്. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മ ഈശോയെക്കുറിച്ച് ധ്യാനിച്ച് അവിടുത്തെ പീഡാസഹനങ്ങളും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഓരോ കാര്യങ്ങളും ഈശോയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചരുളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.